നടൻ മോഹൻലാൽ പുലിമുരുകനിലൂടെ ചരിത്രമെഴുതിയ പൊതുവിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞ നടൻ മോഹൻലാൽ. 2016 വാർത്താ ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ റോൾ എന്തായിരുന്നുവെന്ന് നോക്കാം. പുലിമുരുകൻ 100 കോടി രൂപ വരുമാനമെന്ന സ്വപ്നസംഖ്യ മറികടന്ന ആദ്യ മലയാള ചിത്രം. ഈ വാർത്ത ലോകത്തെ അറിയിച്ചതും ചരിത്ര നേട്ടത്തിന്റെ നെടുനായകത്വം വഹിച്ച മോഹൻലാൽ തന്നെ. ലോകത്തെ 20 രാജ്യങ്ങളിൽ രാജ്യത്തെ 331 തിയേറ്ററുകളിൽ ആരാധക വൃന്ദം ഒഴുകിയെത്തി. പുലിമുരുകന് മുൻപ് തിയേറ്ററിലെത്തിയ മോഹൻലാൽ പ്രിയദർശൻ ചിത്രം ഒപ്പവും വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും മോഹൻലാൽ ചിത്രങ്ങൾ വാർത്തയായി. തെലുങ്ക് സംവിധായകൻ ചന്ദ്രശേഖർ യെല്ലേറ്റി സംവിധാനം ചെയ്ത ചിത്രം 3 ഭാഷകളിൽ തിയേറ്ററിലെത്തി. മോഹൻലാലും ജൂനിയർ NTRും അഭിനയിച്ച ജനതാ ഗാരേജ് എന്ന തെലുങ്ക് ചിത്രം 130 കോടിയിലേറെ വാരി. സിനിമയ്ക്ക് പുറത്തും മോഹൻലാൽ വാർത്തകളിൽ നിറഞ്ഞു. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് വേദിയിൽ ലാൽ എത്തിയതും സലീം കുമാർ അമ്മയിൽ നിന്ന് രാജിവെച്ചതും ചർച്ചയായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു സിനിമാ നടൻ എന്ന നിലയിലല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഗണേശന്റെ ഒരു മൂത്ത സഹോദരൻ, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഗണേശൻ. ബ്ലോഗിലൂടെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ മോഹൻലാൽ ഒരു വിഭാഗത്തിന്റെ വിമർശനവും മറുവിഭാഗത്തിന്റെ കയ്യടിയും ഏറ്റുവാങ്ങി. JNU വിഷയം പരാമർശിച്ച കുറിപ്പും നോട്ട് വിഷയത്തിൽ നടത്തിയ വിലയിരുത്തലും രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്തുകൊണ്ട് മോഹൻലാൽ? ഒന്ന്, മലയാളത്തിന് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ, രാജ്യവും ഭൂഖണ്ഡവും വിട്ട് മലയാള സിനിമയ്ക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അതൊരു മലയാളിയെ സംബന്ധിച്ച് വലിയ തോതിൽ സംതൃപ്തി നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വിജയത്തിൻ്റെ കാരണക്കാരൻ മോഹൻലാലാണ്. അദ്ദേഹത്തിന് സിനിമയ്ക്ക് പുറത്തും ഒരു ഇടപെടലുകളുണ്ട്. അതിന് ബ്ലോഗുകൾ വളരെ പ്രസിദ്ധമാണ്, പലപ്പോഴും വാർത്തയാകാറുണ്ട്. ബ്ലോഗിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളോട് എനിക്ക് പലപ്പോഴും യോജിക്കാൻ കഴിയില്ലെങ്കിലും പലർക്കും യോജിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. പക്ഷേ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒരു നടൻ, അത് മോഹൻലാലിനെ പോലെ ഒരു വിഖ്യാതനായ നടൻ, തിരക്കുള്ള നടൻ ഇടപെടുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതില്ലാതെ തനിക്ക് ഇപ്പോൾ അദ്ദേഹം പത്തനാപുരത്തെ യോഗത്തിൽ പറഞ്ഞതുപോലെ മോഹൻലാൽ എന്ന നടൻ ആയിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ നടൻ എന്ന പരിമിതിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മോഹൻലാൽ എന്ന വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങളുണ്ട്. അത് പറയുന്നത് അദ്ദേഹം മടിക്കുന്നില്ല. അതും വാർത്തയാകുന്നു. തീർച്ചയായും. ശ്രീ മോഹനവർമ്മ, മോഹൻലാലിൻ്റെ ഒരു വ്യത്യസ്തമായ കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ ഈ വോട്ട് ചെയ്യുന്നവരും ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നവരും ഒക്കെ തന്നെ ഒരു വലിയ സമൂഹമുണ്ട്. നമ്മൾ കാണുന്നതല്ലാതെ, നമ്മൾ പത്രത്തിലോ മീഡിയയിലോ ഇരുന്ന് കാണുന്നതല്ലാതെ നമ്മളെ അത്ര മൈൻഡ് ചെയ്യാത്ത, പക്ഷേ അവരെ മൈൻഡ് ചെയ്യുന്ന ചില ഏരിയകളുണ്ട്. അത് സ്പോർട്സ് അല്ലെങ്കിൽ സിനിമ, ഇത് മറ്റേതായിട്ടൊന്നും ബന്ധമില്ല. അവിടെയുള്ള സൂപ്പർ എങ്ങനെ അവരെ ബാധിച്ചു, എങ്ങനെ എന്ത് കാട്ടി, എന്താണ് അവരുടെ നമുക്ക് വേണ്ടി തന്നത്, ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നുമല്ല, രാഷ്ട്രീയം നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അവരുടെ ഇടയിൽ വരുന്നേയില്ല. ഇതിൻ്റെ മുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്വന്തമായിട്ട് വ്യക്തിത്വം കൊണ്ട് മലയാളത്തിന്, കേരളത്തിന്, ഇന്ത്യക്ക് ഒക്കെ തന്നെ വലിയ ഇത് കൊടുത്ത അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അങ്ങനെ ആദരിക്കുന്ന ഒരു വലിയ ഒരുപക്ഷെ മോഹൻലാലാണ് പ്രേക്ഷകർക്ക് ഏറ്റവും അധികം അടുത്ത് ഒരുപക്ഷെ അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലുള്ള ക്ലോസ്നെസ് ഉണ്ട്. അത് ഉള്ളപ്പോൾ തന്നെയാണ് പുലിമുരുകനെ പോലെ ഒരു വമ്പിച്ച വിജയം ഉണ്ടാകുന്നത്. അത് രണ്ടും കൂടി ഇണങ്ങിച്ചേരുന്ന ഒരു സന്ദർഭം വരുന്നു ഈ വർഷം എന്നുള്ളതാണ്. അതൊരു പക്ഷേ പ്രേക്ഷകരെ ഏറ്റവും അധികം അങ്ങനെ ഒരു വലിയ സമൂഹമുണ്ട്, ചെറുപ്പക്കാരുടെ സമൂഹം അങ്ങനെയുണ്ട്. അതെല്ലാം കൂടുതലും ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടവരുമാണ്. സൂപ്പറായിട്ട് അദ്ദേഹം ഈ നിലപാടുകൾ പറയുന്നതിലുള്ള ആർജവം
ഉള്ളപ്പോൾ തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം പ്രകടിപ്പിച്ച ഏറ്റവും ഒടുവിൽ ഈ കറൻസി പ്രതിസന്ധിയുമായി പ്രകടിപ്പിച്ച ബന്ധപ്പെട്ട ബ്ലോഗിനെ കുറിച്ച് ധാരാളം വിമർശനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ അദ്ദേഹം പക്ഷേ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഈ അമാനുഷ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മോഹൻലാൽ സാധാരണ മനുഷ്യനായി നമ്മൾ കാണുന്നുണ്ട് വെള്ളിത്തിരയിൽ. പക്ഷേ ആ സാധാരണ മനുഷ്യനെ പോലെ അഭിനയിക്കുന്ന പെരുമാറുന്ന മോഹൻലാൽ പലപ്പോഴും സാധാരണക്കാരെ സമ്മതിക്കുന്ന വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് അവർക്ക് പൊതുവെ സ്വീകാര്യമാകാത്തതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോട്ട് വിഷയം തന്നെ. പക്ഷേ അങ്ങനെ അദ്ദേഹം ആ ക്യൂവിൽ നിൽക്കുന്നവരെ പരിഹസിക്കുന്നു എന്ന ആക്ഷേപമുണ്ടാക്കിയ പരാമർശം പോലും ആ ജനങ്ങളെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റിയില്ല. കാരണം നമ്മൾ ഈ ക്യൂവിൻ്റെ അസ്വാസ്ഥതയെക്കുറിച്ച് പറയുമ്പോഴും ആ ക്യൂ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്ന് കരുതുന്നവരും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ ഫാക്ടറാകുമെന്ന്. ആരാധനയും ഈ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും സിനിമയുടെ ഇതും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നമ്മളെപ്പോലുള്ള ചില ആൾക്കാരുടെ ഇടയിൽ വരുന്നു. അത് വെച്ചൊരു അഭിപ്രായം മാറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല, അത് വെച്ച് മാറില്ല. മോഹൻലാൽ ഈസ് മോഹൻലാൽ. തീർച്ചയായും ഈ വോട്ടിങ്ങിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നു എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്.